നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരും നമ്മൾ ചെയ്ത പല സീനുകൾക്ക് റിയാക്ട് ചെയ്യുന്ന കാണുമ്പം സന്തോഷമാണ്. പിന്നെ ഞങ്ങളെല്ലാം ഗ്രൂപ്പായിട്ടിരുന്നാണ് കണ്ടത്. സോ എന്തായാലും ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് വേറെ നോർമൽ തിയേറ്ററിലൊക്കെ ഒന്ന് പോയി ഒളിച്ചിരുന്ന് കാണണം. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആൾക്കാർക്ക് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണൊക്കെ എടുക്കുന്നതെന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും എന്ന് കരുതുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി ആകുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും എന്നും ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുന്നു. നിഖിലേച്ച് റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഞാൻ റിയൽ ലൈഫിൽ റൊമാൻസ് ചെയ്താൽ വളരെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇതില് ഫിലിമിൽ കാണുമ്പോൾ അങ്ങനെ ഓക്വേർഡായിട്ട് തോന്നില്ല. ഭയങ്കര ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ലേ. എത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിഖിലയാണെങ്കിലും ആരാണെങ്കിലും ദേവിക ചേച്ചി ആണെങ്കിലും ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ വളരെ നന്നായിട്ട് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഇന്റർവ്യൂവിൽ പറയുന്ന ഇത് മാത്രമാണ്. എല്ലാവരും അവരവരുടെ പാട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അനു ആണെങ്കിലും ഹക്കീം ആണെങ്കിലും എല്ലാവരും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഓൺലൈൻ മീഡിയാസ് എന്താണ് ഓൺലൈൻ മീഡിയാസ് ആക്ടേഴ്സിന്റെ പ്രൈവസിയിൽ കടന്നു ചെല്ലുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താ പറയണേ, അതിലൊന്നും കമന്റ് ഒന്നും പറയാനില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്പേസസ് ഉണ്ട്. അത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത് ആരാണെങ്കിലും മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരിക്കും. അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നത് നല്ലതാണെന്ന് കരുതുന്നു. ഓൺലൈൻ മീഡിയാസ് എന്ന പ്രൈവസിയിൽ കടന്നു ചെല്ലുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ചോദിക്കാണ് ഇപ്പം. അതാണ് മീഡിയ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്ന ആളൊന്നൊന്നുമില്ല, മീഡിയ എന്ന് മാത്രമില്ല, അല്ലെങ്കിൽ വേറൊരാളെന്ന് മാത്രമില്ല. ആരാണെങ്കിലും അനുവാദമില്ലാണ്ട് ചെയ്യുന്നത് മോശം. ഷൂട്ടിങ്ങിലാണോ? അന്ന് കണ്ടില്ല. അവൾ എനിക്ക് തോന്നുന്നു വൈകിട്ടത്തേക്ക് ജോയിൻ ചെയ്യും. വിജയന്റെ കാര്യം എനിക്കറിയില്ല. പുള്ളിക്കാരൻ ചെന്നൈയിൽ ഷൂട്ടിലാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രൊമോഷന്റെ ടൈമിൽ പറഞ്ഞത്. ഞാനും ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ടീമിന്റെ ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അറിയുന്നത്.